28 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാൻശു ശുക്ലയും സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ബഹിരാകാശ സ്റ്റേഷനായ ISS-മായി ബന്ധിപ്പിച്ചത്. അല്പം മുൻപ് പേടകത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. ഇനിയുള്ള 14 ദിവസം ശുഭാൻശു ശുക്ലയ്ക്കും കൂട്ടർക്കും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടേതാണ്. ദൗത്യത്തിന്റെ തുടർ നീക്കങ്ങളുടെ ചുക്കാൻ നാസയുടെ മുൻ ബഹിരാകാശ യാത്രിക കൂടിയായ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആണ്. റിപ്പോർട്ട് കാണാം. And that anticipated docking time that has now recently been updated to 5:30 a.m. Central, 6:30 a.m. എല്ലാം കൃത്യം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം സമയക്രമം പാലിച്ചു തന്നെയുള്ള ബഹിരാകാശ ദൗത്യം ആക്സിയം 4 രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഡ്രാഗൺ പേടകത്തിലെ ഗ്രാഗോ സംവിധാനം ഉപയോഗിച്ച് ശുഭാംശു ശുക്ല ഇതിനകം 19 തവണ ഭൂമിയെ വലം വെച്ചു കഴിഞ്ഞു. ഒടുവിലിത ചരിത്രം വഴിമാറുന്നു. ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ നിർണായകവും അതിസങ്കീർണവുമാണ്. വിമാനം പറത്തുന്നതുപോലെ എളുപ്പമല്ല ബഹിരാകാശത്ത് പേടകത്തെ നിയന്ത്രിക്കുക എന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഡിജിറ്റൽ സംവിധാനവും ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നുള്ള കമാൻഡുകളും അനുസരിച്ചായിരിക്കും ഇനിയുള്ള ഓരോ നീക്കവും. ഇപ്പോൾ പേടകമുള്ളത് ISS-ന്റെ ഹാർമണി ഡോക്കിൽ. മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള ഫോർമാലിറ്റീസ് പൂർത്തിയാകാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. തുടർന്ന് 4 യാത്രികരും സ്പേസ് സ്റ്റേഷനിൽ പ്രവേശിക്കും. അകത്ത് കടന്നാൽ സ്പേസ് സ്റ്റേഷനിലുള്ള ശാസ്ത്രജ്ഞർ അതിഥികളെ സ്വീകരിക്കും. തുടർന്നാണ് ഓരോരുത്തരുടെയും ഡ്യൂട്ടി നിശ്ചയിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ദൗത്യസംഘം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള തനത് നെൽവിത്തുകൾ ഉൾപ്പെടെ പഠനത്തിന് വിധേയമാക്കും. ദൗത്യ നിയന്ത്രണം, സുരക്ഷ, മൈക്രോഗ്രാവിറ്റി അനുഭവം, ആഹാരം, ദൈനംദിന പ്രവർത്തനങ്ങൾ, ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള പഠനങ്ങൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. റിസർച്ച് ഡെസ്ക് 24